ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ആനുവൽ എക്സാമിന് വരുന്ന ചില പ്രധാന ഭാഗങ്ങളാണ്. നമ്മുടെ അറബിയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം ഒറ്റ നോട്ടത്തിൽ നമ്മൾ റിവിഷൻ നടത്തുകയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നൊരു പോയിൻ്റ് ആയിരുന്നു ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ഫിയലും ഫായിലും മഫ്ഊലും അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോർഷൻസ് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു പിക്ചറിൽ ഒരു ആൺകുട്ടി ഇരുന്ന് എഴുതുകയാണ്. അതിന് നമുക്ക് എങ്ങനെ പറയാം? യക്തുബുൽ വലതു അദ്ദറസ. യക്തുബു മീൻസ് എഴുതുന്നു, അൽ വലതു ആൺകുട്ടി, അദ്ദറസ അവൻ്റെ പാഠങ്ങൾ എഴുതുന്നു. ഇനി അതൊരു പെൺകുട്ടിയാണ് എഴുതുന്നത് എങ്കിലോ യക്തുബു എന്നുള്ള സ്ഥാനത്ത് തക്തുബു എന്ന് വരും അല്ലേ? തക്തുബുൽ ബിന്തു അദ്ദറസ. ഓക്കെ, ഇനി ഈ പിക്ചറിൽ എന്താണ്? ഇവിടെ ഒരു ആൺകുട്ടി വായിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടിയും വായിക്കുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടി വായിക്കുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? യഖറഉൽ വലതു അൽ കിതാബ. ആൺകുട്ടി പുസ്തകം വായിക്കുന്നു. പെൺകുട്ടി വായിക്കുമ്പോഴോ തഖറഉൽ ബിന്തു അൽ കിതാബ. വലതു എന്നുള്ളത് ബിന്തു ആയി മാറും, പെൺകുട്ടി എന്നായി മാറും. യഖറഉ എന്നുള്ളതോ തഖറഉ എന്നും ആകും. അപ്പോൾ എങ്ങനെ വായിക്കാം? തഖറഉൽ ബിന്തു അൽ കിതാബ. ഇനി അടുത്തത് ഈ ഒരു പിക്ചറിൽ ആദ്യം ഒരു ആൺകുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്, ഇവിടെ ഒരു പെൺകുട്ടി ഉറക്കിൽ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? യഖൂമുൽ വലതു മിനൻ നൗമി. പെൺകുട്ടി എഴുന്നേൽക്കുന്നതിനെയോ തഖൂമുൽ ബിന്തു മിനൻ നൗമി. നൗമ് എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നാണ് അർത്ഥം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പാഠത്തിൽ ഒരുപാട് പോസ്റ്റേഴ്സ് പഠിച്ചിരുന്നു അല്ലേ? വൃത്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോസ്റ്റേഴ്സ് പഠിച്ചിരുന്നു, അതാണ് നോക്കുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് 2 നിങ്ങൾ എന്തായാലും കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ പോസ്റ്റർ നോക്കൂ. അൻ നല്ലാഫത്തു സിഹത്തുൻ വ ജമാലുൻ. എന്താണ് അതിൻ്റെ അർത്ഥം? വൃത്തി ആരോഗ്യവും സൗന്ദര്യവുമാണ്. ഓക്കെ, രണ്ടാമത്തത് അൻ നലാഫത്തു മിനൽ ഇഹ്സാൻ. വൃത്തി നന്മയുടെ ഭാഗമാണ്. ഇനി അടുത്തത് നോക്കൂ. ലാ ജമാലുൻ മിൻ ദൂനൽ നലാഫ. ലാ ജമാല മിൻ ദൂനിൻ നലാഫ. വൃത്തിയില്ലാതെ സൗന്ദര്യമില്ല. ഓക്കെ, ഇനി ഹാഫിൽ അല നലാഫത്തിൽ ബൈത്തി. വീട് വൃത്തിയായി സൂക്ഷിക്കുക. ഇനി അടുത്തത് നോക്കൂ. ഹാഫിൽ അല നലാഫത്തിൽ മദ്രസത്തി. സ്കൂൾ വൃത്തിയായി സൂക്ഷിക്കുക. ഹാഫിൽ അല നലാഫത്തി ത്വരീഖി. റോഡുകൾ വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും 2 നിങ്ങൾ നിർബന്ധമായും കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ചിരുന്നത് ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ആയിരുന്നു അല്ലേ? എങ്ങനെയൊക്കെയായിരുന്നു? ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, സ്കൂളിൽ പോകുന്നു. അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ അറബിയിൽ പഠിച്ചിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. യഖൂമുൽ വലതു മിനൻ നൗമി മുബക്കിറൻ. യഖൂമുൽ വലതു എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എഴുന്നേൽക്കുന്നു. ആൺകുട്ടി ഉറക്കത്തിൽ നിന്നും നേരത്തെ എഴുന്നേൽക്കുന്നു. ഇനി അഖൂമു മിനൻ നൗമി മുബക്കിറൻ. അഖൂമു എന്ന് പറഞ്ഞാലോ ഞാൻ എഴുന്നേൽക്കും എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഉറക്കിൽ നിന്നും നേരത്തെ എഴുന്നേൽക്കും. ഇനി പല്ല് വൃത്തിയാക്കുന്നതിനെ കുറിച്ച്. യുനല്ലിഫുൽ വലതു അൽ അസ്നാൻ. ആൺകുട്ടി അവൻ്റെ പല്ലുകൾ വൃത്തിയാക്കുന്നു. ഇനി ഞാൻ പല്ല് വൃത്തിയാക്കും എന്നുള്ളത് എങ്ങനെ പറയാം? ഉനല്ലിഫുൽ അസ്നാൻ. ഉനല്ലിഫു ഞാൻ വൃത്തിയാക്കും. ഓക്കെ, ഇനി ഇതിൽ തന്നെ പെൺകുട്ടി അവളുടെ പല്ലുകൾ വൃത്തിയാക്കുന്നു എന്നുള്ളത് എങ്ങനെ പറയാം? തുനല്ലിഫുൽ ബിന്തു അൽ അസ്നാൻ. ഇവിടെ യുനല്ലിഫു എന്നുള്ളത് എന്തായി മാറും? തുനല്ലിഫു എന്നായി മാറും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? യസ്തഹിമുൽ വലതു സ്വബാഹൻ. യസ്തഹിമുൽ വലതു സ്വബാഹൻ. ആൺകുട്ടി രാവിലെ തന്നെ കുളിക്കും. ഇനി ഞാൻ നേരത്തെ കുളിക്കും എന്നുള്ള എങ്ങനെ പറയാം? അസ്തഹിമു സ്വബാഹൻ. അസ്തഹിമു സ്വബാഹൻ. ഇനി പെൺകുട്ടി രാവിലെ കുളിക്കും എന്നുള്ളത് എങ്ങനെ പറയാം? തസ്തഹിമുൽ ബിന്തു സ്വബാഹൻ. തസ്തഹിമുൽ ബിന്തു എന്ന് വരണം. ഓക്കെ,
ഇനി അടുത്തത് നോക്കൂ. യഅ്സിലുൽ വലതു അൽ-യദൈൻ. ആൺകുട്ടി അവൻ്റെ 2 കൈകളും കഴുകി വൃത്തിയാക്കുന്നു. ഞാൻ കഴുകും എന്നുള്ളത് അഅ്സിലുൽ യദൈൻ. ഞാൻ എൻ്റെ 2 കൈകളും കഴുകും. ഇനി പെൺകുട്ടി കഴുകും എന്നുള്ളത് എങ്ങനെ പറയാം? തഅ്സിലുൽ ബിന്തു അൽ-യദൈൻ. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ. യഅ്സിലുൽ വലതു അൽ-വജ്ഹ. ആൺകുട്ടി അവൻ്റെ മുഖം കഴുകി. ഇനി അഅ്സിലുൽ വജ്ഹി. അഅ്സിലു വജ്ഹി. ഞാൻ എൻ്റെ മുഖം കഴുകി. വജ്ഹി എന്ന് പറയാൻ കാരണം എന്താ? എൻ്റെ മുഖം. ഇനി പെൺകുട്ടി അവളുടെ മുഖം കഴുകും എന്നുള്ളത് എങ്ങനെ പറയാം? തഅ്സിലുൽ ബിന്തു അൽ വജ്ഹ. ഓക്കെ. അപ്പോൾ ഒരു പദം വന്നാൽ നമുക്ക് ആ ഒരു ഫിയലിനെ യഅ്സിലു, തഅ്സിലു, അഅ്സിലു ഞാനെന്നും അവനെന്നും അവളെന്നും പ്രയോഗിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നമ്മൾ പഠിച്ചിരുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു നമ്മുടെ ബയോഡാറ്റ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതും എക്സാമിന് ചോദിച്ചേക്കാം. ഇതൊന്ന് പരിചയപ്പെടുത്താം. ഇസ്മ എന്ന് പറഞ്ഞാൽ നെയിം, പേര്. അസ്സൊഫു ക്ലാസ്. ഉംർ ഏജ്, വയസ്സാണ് ഉംർ. ഇസ്മുൽ അബു നെയിം ഓഫ് ഫാദർ, പിതാവിൻ്റെ പേര്. ഇസ്മുൽ ഉമ്മു നെയിം ഓഫ് മദർ, മാതാവിൻ്റെ പേര്. മക്കാൻ പ്ലേസ്, നിങ്ങളുടെ സ്ഥലം എവിടെയാണ് അത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ നല്ല വൃത്തിയിലൊരു ബോക്സ് വരച്ചിട്ട് അതിനകത്ത് ചെറിയ തോതിലൊക്കെ ഒരു സൈഡിലൊക്കെ ആയിട്ട് കളറൊക്കെ നൽകിയതിന് ശേഷം ഇത്തരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പൂരിപ്പിച്ചു കൊടുക്കണം. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയ അവരെ കുറിച്ച് എന്ത് പറയുന്നു, അവരെ പരിചയപ്പെടുത്തുന്നതായിരുന്നു അല്ലേ. അപ്പോൾ ഏതാണ് ഈ പിക്ചർ? എല്ലാവർക്കും അറിയാം, വാട്സപ്പാണ്. വാട്സപ്പ് എന്താ പറയുന്നത്? അന വാട്സപ്പ്, ഞാൻ വാട്സപ്പാണ്. അന മഷ്ഹൂർ, ഞാൻ ഫേമസ് ആണ്. യസ്തഖ്ദിമുനി അന്നാസ്, എന്നെ ആളുകൾ ജനങ്ങൾ ഉപയോഗിക്കുന്നു. ഉസാഇദുഹും, ഞാൻ അവരെ സഹായിക്കുന്നു. അല ഇർസാലി റിസാല, മെസ്സേജുകൾ അയക്കാൻ വേണ്ടിയിട്ട്, മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജനങ്ങളെ സഹായിക്കുന്നു. അതാണ് വാട്സപ്പ് പറയുന്നത്. ഇനി ഫേസ്ബുക്ക് എന്താ പറയുന്നത്? അന ഫേസ്ബുക്ക്, ഞാൻ ഫേസ്ബുക്കാണ്. അന മഷ്ഹൂർ, ഞാൻ ഫേമസ് ആണ്. യസ്തഖ്ദിമുനി അന്നാസ്, ജനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. ഉസാഇദുഹും അലാ നശ്രി സ്വദാഖ, കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എന്നെ ഉപയോഗിക്കുന്നു. ഒരു മെസ്സേജ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എന്നെ ഉപയോഗിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്താണ്? യൂട്യൂബ്. യൂട്യൂബ് എന്താ പറയുന്നത്? അന യൂട്യൂബ്, ഞാൻ യൂട്യൂബാണ്. അന മഷ്ഹൂർ, ഞാൻ വളരെ ഫേമസ് ആണ്. യസ്തഖ്ദിമുനി അന്നാസ്, ജനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. ഉസാഇദുഹും അലാ മുഷാഹദത്തി വീഡിയോ, വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജനങ്ങളെ സഹായിക്കുന്നു. കണ്ടോ? അപ്പോൾ വാട്സപ്പ് എന്ത് പറഞ്ഞു, ഫേസ്ബുക്ക് എന്ത് പറഞ്ഞു, യൂട്യൂബ് എന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ കണ്ടു. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? അന ഡാഷ്, അന എന്ന് പറഞ്ഞിട്ട് ആളുടെ പേര്, അത് നമുക്ക് എഴുതാം. അന മഷ്ഹൂറുൻ യസ്തഖ്ദിമുനി അന്നാസ് ഉസാഇദുഹും. ഇതെല്ലാത്തിലും, ഇത് മൂന്നിലും സെയിം ആണ്. ഇവരുടെ ഉപയോഗം എന്ത് അല്ലെങ്കിൽ സഹായം എന്ത് എന്നുള്ളത് മാത്രമാണ് മൂന്നിലും ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. ആളുടെ പേര് എഴുതുക. അന മഷ്ഹൂറുൻ യസ്തഖ്ദിമുനി അന്നാസ് ഉസാഇദുഹും. പിന്നെ ഓരോന്നിൻ്റെയും ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. അങ്ങനെയെങ്കിൽ ഇത്തരം ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ സാധിക്കും. ഇതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് നമ്മൾ കഴിഞ്ഞ തവണയും ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഇത്തവണയും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ നമ്പേഴ്സ് എല്ലാ മക്കൾക്കും അറിയുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും എല്ലാ മക്കളും നന്നായി പഠിക്കുക. ഓക്കെ. എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എക്സാമിനേഷൻ. ബൈ ബൈ.